എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം ഉണ്ടാക്കാം. രണ്ട് ഗ്ലാസ് ഉണക്കല്ലരി. ഉണക്കല്ലരി ഇല്ലെങ്കിൽ പച്ചരി എടുക്കാം. പക്ഷേ ഉണക്കല്ലരിയിൽ ഉണ്ടാക്കുമ്പോഴാണ് അപ്പം കൂടുതൽ സോഫ്റ്റ് ആവണത്. അതുപോലെ തന്നെ ടേസ്റ്റും നല്ല വ്യത്യാസമുണ്ട്. ഉണക്കല്ലരി നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരമണിക്കൂർ നേരം കുതിർത്താനായിട്ട് വെക്കണം. 2 ഗ്ലാസ് ഉണക്കല്ലരിക്ക് 1 ഗ്ലാസ് അവൽ, ചുവന്ന അവലും നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അരമണിക്കൂർ നേരം കുതിർത്തണം. കാരണം അവൽ കുതിർന്ന് വരാനായിട്ട് അരമണിക്കൂറൊക്കെ ആവും. പിന്നെ വേണ്ടത് ശർക്കര ഞാനൊരു 200 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര നന്നായിട്ട് ഉരുക്കി കഴിഞ്ഞിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ശർക്കര പാനി നന്നായിട്ടൊന്ന് തണുക്കണം. ഇപ്പോൾ ഒരു അരമണിക്കൂർ നേരം ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരിയിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്കൊരു അരിപ്പയിലിട്ടിട്ടൊന്ന് അരിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കാം. അപ്പോൾ വെള്ളമൊക്കെ പോയി കിട്ടും. ഒരു 10 മിനിറ്റ് നേരം വെച്ചാൽ മതി, നന്നായിട്ട് വെള്ളമൊക്കെ പോയിട്ടുണ്ടാവും. ഇനി ഇത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഒരു മിക്സിയുടെ ചെറിയ ജാറ് മതി. അതിൽ കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കണം. ഇതേപോലെ നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കണം. ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതേപോലെ എല്ലാ അരിയും പൊടിക്കാം. പൊടിച്ച അരിയൊക്കെ കുറച്ച് വലിയ പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതേ മിക്സി ജാറിൽ തന്നെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അവലും അരച്ചെടുക്കാം. അവലും നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കാം. അരച്ചെടുത്ത അവലും നമ്മുടെ അരിപ്പൊടിയുടെ കൂടെ ചേർത്ത് കൊടുക്കാം. അവൽ അരയ്ക്കുമ്പോൾ വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചു കൊടുക്കാം. എല്ലാ അവലും അരച്ചെടുത്തു. ഇനി വേണ്ടത് 2 പഴമാണ്. പഴം നല്ല പഴുത്തതാവണം. അതുപോലെ തന്നെ പാളയംകുടം പഴം തന്നെ വേണം. അപ്പോഴാണ് അതിൻ്റെ ഒരു മണവും ആ ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. പഴം തോലൊക്കെ എടുത്തിട്ട് നമുക്ക് മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. പഴം അരച്ചതും ചേർത്തിട്ട് നമുക്കിത് മിക്സ് ആക്കണം. ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ വേണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണമെങ്കിൽ. പഴവും അരിപ്പൊടിയും അവലരച്ചതും എല്ലാം കൂടിയിട്ട് നല്ല കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ആക്കുക. അപ്പോൾ നല്ല എളുപ്പത്തിൽ ഇങ്ങനെ മിക്സ് ആയിട്ട് കിട്ടും. നമ്മൾ കൈകൊണ്ട് മിക്സ് ആക്കുന്ന സമയത്ത് കട്ടിയൊന്നും ഉണ്ടാവില്ല. നല്ല സോഫ്റ്റായിട്ടുള്ള പേസ്റ്റായിട്ട് ഉണ്ടാവും. ഇതേപോലെ നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ഉരുക്കി വെച്ചേക്കണ ശർക്കര നീര് കുറേശ്ശെ ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കാം. കൈകൊണ്ട് തന്നെ ഇങ്ങനെ മിക്സാക്കി കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സാക്കുകയാണ് നല്ലത്. ഞാൻ എടുത്ത ശർക്കര നീരെല്ലാം ഒഴിച്ചു. ഇനി നമ്മൾ മിക്സാക്കി നോക്കിയിട്ട് തിക്കാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്താൽ മതി. മധുരം എന്തായാലും കറക്റ്റായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ചും കൂടെ മധുരം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ നെയ്യപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഉടനെ ഉണ്ടാക്കാം. അതല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ നേരം വെക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി സോഫ്റ്റ് ആവും മാവ്. ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാം. അപ്പോൾ കണ്ട മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കൂടെ തന്നെ നമ്മൾ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് നെയ്യിൻ്റെ മണം മുമ്പിൽ നിൽക്കും. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷമേ മാവ് ഒഴിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അപ്പൊക്കെ ഒന്ന് പൊന്തി വന്നതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിൽ വെക്കുക. പിന്നെ കുറച്ച് നേരം വെച്ചിട്ട് നമുക്ക് ആ അടി സൈഡൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് മറിച്ചിടാം.
ഇപ്പോൾ നമ്മുടെ അപ്പം ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. 2 സൈഡ് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമ്മൾ നെയ്യപ്പം എടുക്കുന്നതിന് മുമ്പ് ഫ്ലെയിം ഫുള്ളിൽ വെക്കുക. അതിന് ശേഷം വേണം നമ്മൾ നെയ്യപ്പം എടുക്കാനായിട്ട്. നിങ്ങൾക്ക് മേലെ നല്ല ഒന്ന് മുരിഞ്ഞ് വേണം, ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല അങ്ങനെ ക്രിസ്പി ആയിട്ടിരിക്കുന്നത്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് കൂടുതൽ വെച്ചാൽ മതി. നമ്മുടെ നെയ്യപ്പം റെഡിയായി. ഇനി ഇതുപോലെ നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ നെയ്യപ്പം എല്ലാം ഞാൻ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഈ നെയ്യപ്പത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയാലും നാളേക്കും ഇതേപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പം പച്ചരി എടുക്കുകയാണെങ്കിൽ ഇത്രയും സോഫ്റ്റ് ആയിട്ടുണ്ടാവില്ല. നമ്മൾ ഉണക്കല്ലരി എടുക്കുന്ന കാരണം കൊണ്ടാണ് ഇത്രയ്ക്കും സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടമായാൽ ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം.